മാപ്പ് കൊടുക്കാനുള്ള ദുആ, ആരെയും ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ ഉള്ള ദുആ അല്ല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള പ്രാർത്ഥന അത് ഖുത്ബയിലെ നിർബന്ധമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഖുത്ബയിൽ ഖുർആനിൽ ആയത്ത് ഓതലുണ്ട്, നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതലുണ്ട്, ഖുർആൻ ഓതലുണ്ട്. ഇനി ആകെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ജനങ്ങളോട് ഒരേ ഒരു കാര്യമുണ്ട്, ഇത്തഖുല്ലാഹ്. നിസ്കാരത്തിലും ജനങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്, അത് ജനങ്ങളോടാണ്, അള്ളാഹുവിനോടല്ല. അതാണല്ലോ നിങ്ങൾക്കറിയാം 13ാമത്തെ ഫർള്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് പടച്ചവനോടല്ല, അത് ജനങ്ങളോടാണ്. ജനങ്ങളോട് പറയുന്ന സലാം ആരെങ്കിലും മലയാളത്തിൽ ചൊല്ലാറുണ്ടോ നിസ്കാരത്തിൽ? ഇംഗ്ലീഷിൽ ചൊല്ലാറുണ്ടോ നിസ്കാരത്തിൽ? ഇല്ലല്ലോ. അത് ജനങ്ങളോടല്ലേ. ജനങ്ങളോടുള്ളത് സദസ്യരുടെ ഭാഷയിലാക്കണമെന്ന് ഏതോ ഒരു അന്ധവിശ്വാസം എവിടുന്നോ കടത്തിവിട്ടു. ആരെല്ലാമോ പടച്ചവൻ എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുന്ന ആരോടാണ്? തൊട്ടടുത്തുള്ളവരോടാണ്, തൊട്ടടുത്തുള്ള ജനങ്ങളോടാണ്, അവിടെയുള്ള ജിന്നുകളോടാണ്, മലക്കുകളോടാണ്. പടച്ചവനോടല്ല അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിസ്കാരത്തിലുണ്ട്, ഒരു കാര്യം ഖുത്ബയിലും ജനങ്ങളോട് പറയുന്നതുണ്ട്. എവിടെയാണ് നിസ്കാരവും ഖുത്ബയും തമ്മിൽ അതേ വ്യത്യാസമുള്ളത്? പിന്നെ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനാൽ അവിടുത്തെ സഹാബത്ത് മുഴുവനും ലോകം മുഴുക്കെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോ അവരെല്ലാം അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിച്ചു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലുള്ള നിസ്കാരമാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിക്കണം. അപ്പോഴേ നബി തങ്ങൾ നിസ്കരിച്ച നിസ്കാരമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും കൃത്യമായി രേഖപ്പെടുത്തി വയസ്തറതു കൗനുഹാ അറബിയ്യതൻ, ഖുത്ബ അറബിയിലായിരിക്കൽ നിബന്ധനയാണ്. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ അവരുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോ അവിടുന്ന് ഖുത്ബ അറബിയിലായിരിക്കൽ നിർബന്ധമാണെന്നും അത് അല്ലാത്ത ഭാഷയിലാക്കുന്നത് കടുത്ത ഹറാമാണെന്നും സമർത്ഥിക്കാൻ പുസ്തകമെഴുതി അത് നോക്കി മനസ്സിലാക്കി പഠിച്ച് പ്രസംഗരംഗത്ത് വന്ന ഒരു എളിയ ഒരു പ്രവർത്തകനാണ് വിനീതനായ ഞാൻ. സുഹൃത്തുക്കളെ, ആ ഹസൻ മുസ്ലിയാരോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. മഹാനായ ഹസൻ മുസ്ലിയാരില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, പാലക്കാട് ജില്ല ഇവിടെ ശരിയായ ഒരു ജുമുഅ തന്നെ ഇല്ലാതെ ആയി പോകുമായിരുന്നു. അതേ കേരളം തന്നെ അങ്ങനെ ആയി പോകുമായിരുന്നു. ശരിയായ ഒരു ജുമുഅ ഇല്ലാതെ ആയി പോകുമായിരുന്നു.